invoice and payment voucher by a person liable to pay tax and reverse charge. So the next point is invoice and payment voucher by a person liable to pay tax under the reverse charge mechanism. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്നത് when a supply is made by an unregistered person to a registered person. Reverse charge mechanism is applicable when a supply is made by an unregistered person to a registered person. An unregistered person, registered person supply നടത്തുകയാണെങ്കിൽ tax is paid by the recipient. The supplier recipient ആണ് ആ ടാക്സ് പേ ചെയ്യുന്നത്. GST നിയമപ്രകാരം ടാക്സ് റെമിറ്റ് ചെയ്യുന്ന റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ആണ്. നോർമലി സപ്ലയർ റെസിപ്പിയൻറ്റിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് സപ്ലയർ ആണ് ടാക്സ് റെമിറ്റ് ചെയ്യുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം വന്നു കഴിയുമ്പോഴെന്താണ്? സപ്ലയർ അല്ല, സപ്ലയർ ഈസ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ, recipient is registered person, so the recipient has to pay tax. ഈ ഒരു സിസ്റ്റമാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ the recipient of the supply is liable to pay tax in case of reverse charge mechanism. So under reverse charge mechanism, the recipient of supply is liable to pay the tax. Every person who is paying tax on reverse charge basis has to mention this fact in his tax invoice. ഇപ്പോൾ റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ് പേ ചെയ്യുന്ന എല്ലാ ടാക്സബിൾ പേഴ്സൺസും എവറി പേഴ്സൺ ഹു ഈസ് പേയിങ് ടാക്സ് ഓർ റിവേഴ്സ് ചാർജ് ബേസിസ് ഹാസ് ടു മെൻഷൻ ദിസ് ഫാക്ട് ഇൻ ഹിസ് ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ ആ ടാക്സ് ഇൻവോയ്സിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം ടാക്സ് പേ ചെയ്യുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ കീഴിലാണ്, സപ്ലൈയുടെ മേലല്ല. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. ദാറ്റ് ഈസ് ബീങ് ഇഷ്യൂഡ്. A registered person who is liable to pay tax under reverse charge has to mandatorily issue an invoice in respect of goods or services or both received by him from the supplier who is not registered under the GST. അപ്പം റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണെങ്കിൽ when a supply is made by an unregistered person to a registered person, invoice shall be issued by the registered person even though he is a recipient of goods. Then there will be a single copy of such invoice. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ കീഴിലാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ സിംഗിൾ കോപ്പി മതി. മറ്റ് കേസുകളിൽ എന്താണ്? ട്രിപ്ലിക്കേറ്റാ പറഞ്ഞിരിക്കുന്നത്. സർവീസസിന്റെ കാര്യമാണെങ്കിൽ 2 കോപ്പി വേണം, ഗുഡ്സ് ആണെങ്കിൽ 3 കോപ്പി വേണം. ഒറിജിനൽ ആർക്കാ കൊടുക്കുന്നു? ഒറിജിനൽ പർച്ചേസറിന് കൊടുക്കും. ഡ്യൂപ്ലിക്കേറ്റ് ആർക്ക് കൊടുക്കും? ഡ്യൂപ്ലിക്കേറ്റ് വിൽ ബി ഗിവൺ ദി ട്രാൻസ്പോർട്ടർ, ട്രിപ്ലിക്കേറ്റ് വിൽ ബി കെപ്റ്റ് ബൈ ദി സപ്ലയർ. അതാണ് ഇൻവോയ്സിന്റെ ഒരു രീതി. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ കീഴിൽ റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതൊരൊറ്റ കോപ്പി മാത്രം മതി. ദെൻ ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം കഴിഞ്ഞാൽ വരുന്നത് എന്താ? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് വേർ സക്സസീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ സക്സസീവ് പേയ്മെന്റ്സ് ആർ ഇൻവോൾവ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സോ പേയ്മെന്റ്സോ വരുന്നുണ്ടെങ്കിൽ the invoice shall be issued before or at the time of each such statement is issued. അപ്പം ഓരോ സ്റ്റേറ്റ്മെന്റും ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതോട് കൂടിയോ or as the case may be each such payment is received. ഇനി അതല്ല എങ്കിൽ ഓരോ പേയ്മെന്റും കിട്ടുമ്പോഴോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. in case of continuous supply of goods. Then next, invoice in case of continuous supply of services. Continuous supply of goods ആണെങ്കിൽ എന്താണ്? Invoice shall be issued before or at the time of each of the statement is issued or as the case may be each payment is received.
ഇപ്പോൾ പേയ്മെൻറ്റ് കിട്ടുമ്പോഴോ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴോ ഇൻവോയ്സും കൂടി ഇഷ്യൂ ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്, ഇനി കണ്ടിന്യൂസ് സപ്ലൈ സർവീസസ് ആണെങ്കിൽ the due date of payment is ascertainable from the contract. So in case of a continuous supply of services, where the due date of payment is ascertainable from the contract. So continuous supply of services ആണ്, ഡ്യൂ ഡേറ്റ് നമുക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്ന കേസിൽ the invoice shall be issued on or before the due date of payment. On or before the due date of payment. So supply of servicesന്റെ കാര്യത്തിൽ ആ സപ്ലൈ കോൺട്രാക്റ്റിൽ നിന്നും ഡ്യൂ ഡേറ്റ് അറിയാമെങ്കിൽ, സപ്ലൈയുടെ ഡേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ദി ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ആ പേയ്മെൻറ്റിൻ്റെ മുമ്പ്, പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അസർട്ടൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ദി ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ആ സപ്ലൈ കോൺട്രാക്റ്റിൽ നിന്നും പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് അറിയാമെങ്കിൽ ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, ആ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ദെൻ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസർട്ടൈനബിൾ ഫ്രം ദി കോൺട്രാക്ട്. ഇനി കോൺട്രാക്റ്റിൽ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നോട്ട് അസർട്ടൈനബിൾ ആണ് എങ്കിൽ ദി ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദി ടൈം when the supplier of service receives the payment. ഇനി അതല്ലെങ്കിൽ എന്താ, സപ്ലയർ ഓഫ് സർവീസ് റിസീവ്സ് ദി പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് കിട്ടുന്നതോടുകൂടി, അതും പറഞ്ഞിട്ടുണ്ട് ബിഫോർ ഓർ ദി ടൈം ഓഫ് ദി സപ്ലയർ ഓഫ് സർവീസ് റിസീവ്സ് ദി പേയ്മെൻറ്റ്. അപ്പം പേയ്മെൻറ്റ് റിസീവ് ചെയ്തതിന് മുമ്പോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതോടുകൂടിയോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. വേർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസർട്ടൈനബിൾ ഫ്രം ദി കോൺട്രാക്ട്. Then the third condition, where the payment is linked to the completion of an event. പേയ്മെൻറ്റ് ഒരു ഇവൻറ്റിൻ്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ the invoice shall be issued on or before the date of completion of that event. The invoice shall be issued on or before the date of completion of that event. ഇവിടെ എല്ലാ കേസിലും എന്താ, ഓൺ ഓർ ബിഫോർ. ആദ്യത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് on or before the due date of payment, if the due date of payment is ascertainable from the contract. ഇനി if the due date is not ascertainable പറഞ്ഞിരിക്കുന്നത് എന്താ, on or before അല്ലെങ്കിൽ when the supplier or service receives the payment, അതും പറഞ്ഞിരിക്കുന്നത് എന്താ, before or at the time സപ്ലയർ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതോടുകൂടി. മൂന്നാമത്തെ കേസിൽ where the payment is linked to the completion of an event, the invoice shall be issued on or before the date of completion of that event. Next point, invoice in case of export. നമുക്ക് ഓരോ സർക്കംസ്റ്റാൻസിലും ഓരോ കേസിലും ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, the time or date of issue of invoice ആണ്. ഇനി ഇൻവോയ്സ് in case of an export, the GST invoice in case of export of goods or service shall clearly mention the words. ഇനി എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ കാര്യത്തിൽ ആ GST ഇൻവോയ്സിൻ്റെ അകത്ത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. മെൻഷൻ ദി വേർഡ്സ് സപ്ലൈ ഫോർ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് or supply for export under bond or letter of undertaking without payment of integrated tax, as the case may be, and shall contain the following details in addition to those already listed above. നമ്മൾ ആ റൂൾ 46 പറഞ്ഞിരിക്കുന്ന കണ്ടൻസിന് പുറമെയാണ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന 3 കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. റൂൾ 46ന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് വാട്ട് ഓൾ ഫീൽഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻവോയ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി കണ്ടന്റ് ഓഫ് ആൻ ഇൻവോയ്സ്, അത് റൂൾ 46 പറയുന്നുണ്ട്. അപ്പോൾ ഈ റൂൾ 46 പറയുന്ന കണ്ടന്റ്സിന് പുറമെ 3 കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട്. 1. Name and address of the recipient. Secondly, address of delivery. Third, name of the country of destination. ഏത് രാജ്യത്തേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഏത് അഡ്രസ്സിലേക്കാണ് ഡെലിവറി നടത്തുന്നത്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻറ്റ്.
ഈ 3 കാര്യങ്ങളും കൂടി റൂൾ 46 പ്രകാരമുള്ള ഇൻവോയ്സ് കണ്ടന്റിന് പുറമെ എക്സ്പോർട്ട് ഇൻവോയ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മാനർ ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്, ഇനി ഏത് രീതിയിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്? സോ ദാറ്റ് ഈസ് ക്ലിയർലി ഗിവൻ റൂൾ 48. റൂൾ 46ൽ കണ്ടന്റ് ഓഫ് ഇൻവോയ്സും റൂൾ 48ൽ മാനർ ഇൻ വിച്ച് ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂ. വെൻ ദി ഗുഡ്സ് ആർ സപ്ലൈഡ്, ദി സപ്ലയർ ഈസ് റിക്വയർഡ് ടു ഇഷ്യൂ. മാനറിൻ്റെ അകത്ത് ട്രിപ്ലിക്കേറ്റ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതാണ് പറയുന്നത്. When the goods are supplied, in case of supply of goods, the supplier is required to issue 3 copies of the invoice. So in case of supply of goods, the supplier should issue 3 copies of invoice. 3 കോപ്പി വേണം, original, duplicate and triplicate. Whereas in case of supply of service, only 2 copies are required. For supply of goodsന് 3 കോപ്പിയും supply of serviceന് 2 കോപ്പിയും ആവശ്യമാണ്. The invoice shall be prepared in triplicate in case of supply of goods in the following manner. For supply of goods ആണെങ്കിൽ invoice shall be prepared in triplicate. 3 കോപ്പി വേണമെന്നാണ് പറയുന്നത്. The original copy being marked as original for recipient. ബയർക്ക് അല്ലെങ്കിൽ റെസിപ്പിയന്റിനാണ് ഒറിജിനൽ കോപ്പി കൊടുക്കുന്നത്. Then the duplicate copy being marked as duplicate for transporter. അപ്പോൾ ട്രാൻസ്പോർട്ടർക്കാണ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നത്, ഒറിജിനൽ റെസിപ്പിയന്റിന് കൊടുക്കും. Then the triplicate, the third copy, the triplicate copy being marked as triplicate for supplier. അപ്പം സപ്ലയർ സൂക്ഷിക്കുന്നത് ആ ട്രിപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ റെസിപ്പിയന്റിന് കൊടുക്കും, ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കും, മൂന്നാമത് സപ്ലയർ ട്രിപ്ലിക്കേറ്റ് കോപ്പിയാണ് കൈവശം വയ്ക്കുന്നത്. That is the case of supply of goods. Then in the case of supply of services, the original will be given to the recipient of service and duplicate will be kept by the supplier. അവിടെ ട്രാൻസ്പോർട്ടറിന് റോൾ ഇല്ല. ഇതാണ് മാനർ ഇൻ വിച്ച് ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ്. ദാറ്റ് ഈസ് ഗിവൻ ഇൻ റൂൾ 48. Then in case of സപ്ലൈയുടെ കേസ് ഞാൻ പറഞ്ഞു, സർവീസിന്റെ കാര്യമാണെങ്കിൽ the original copy being marked as original for recipient, duplicate copy being marked as duplicate for supplier. സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ 2 കോപ്പി മതി, ഒറിജിനൽ ബീയിങ് മാർക്ക്ഡ് ആസ് കോപ്പി ഫോർ റെസിപ്പിയന്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഷാൽ ബി മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ സപ്ലയർ. ദി സീരിയൽ നമ്പർ ഓഫ് ഇൻവോയ്സസ് ഇഷ്യൂഡ് ഡ്യൂറിങ് എ ടാക്സ് പീരീഡ്. ഇനി ഏത് സീരിയൽ നമ്പറിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ടാക്സ് പീരീഡിന്റെ ഉള്ളിൽ, ഡ്യൂറിങ് എ ടാക്സ് പീരീഡ്, ഷാൽ ബി ഫർണിഷ്ഡ് electronically through the common portal in form GST return 1. നമ്മൾ അതിൻ്റെ ഓരോ GST ഇൻവോയ്സും കൊടുക്കുന്ന സീരിയൽ നമ്പർ GSTയുടെ കോമൺ പോർട്ടലിൽ ഇലക്ട്രോണിക്കലി ഫർണിഷ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ടൈം ലിമിറ്റ് ടു ഇഷ്യൂ GST ഇൻവോയ്സ്. ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ റൂൾ 48. റൂൾ 48ൽ പറഞ്ഞിട്ടുണ്ട് ടൈം ലിമിറ്റ്. അഗെയിൻ മാനർ ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സും റൂൾ 48ലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും ടൈം ലിമിറ്റ് നമുക്കൊന്ന് നോക്കാം. The GST model law has defined the time limit for issuance of GST law invoices, debit note and credit note and revised bills. GST tax invoice has to be issued by a registered dealer for goods. From rule 48ൽ പറയുന്നത് GST tax invoice has to be issued by a registered dealer in case of goods on or before the time when the goods are removed for supply. The on or before the time when the goods are removed for supply, when supply involves movement of goods. Supply movement of goods ഉൾപ്പെടുന്നുണ്ടെങ്കിൽ on or before the time when goods are removed for supply. സപ്ലൈക്ക് വേണ്ടി സാധനങ്ങൾ മൂവ് ചെയ്യുമ്പോഴോ അതിനു മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് റൂൾ 48 പ്രകാരം. ദെൻ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, ദെൻ അതിൽ തന്നെ സപ്ലൈ ഓഫ് ഗുഡ്സിന് രണ്ടാമതൊരു റൂളും കൂടെ പറയുന്നുണ്ട്. ഓൺ ഓർ ബിഫോർ ദി ടൈം വെൻ ഡെലിവറി ഇസ് റിസീവ്ഡ് ബൈ ദി റെസിപ്പിയന്റ്. ഇനി
മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ലാത്ത കേസിലാണ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ഓൺ ഓർ ബിഫോർ ദി ടൈം വെൻ ഗുഡ്സ് ആർ റിമൂവ്ഡ് ഫോർ സപ്ലൈ. ദെൻ രണ്ടാമത്തെ കേസിൽ where the supply does not involve any movement of goods on or before the time when delivery is received by the recipient. Delivery is received by the recipient. അവിടെ എന്താ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല. അവിടെ ഒരു ആക്ച്വൽ ഡെലിവറി അല്ല, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആണ്. നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്താണ്? സാധനങ്ങൾ വച്ചിരിക്കുന്ന ഗോഡൌണിന്റെ താക്കോൽ കൈമാറുന്നു. അവിടെ സാധനങ്ങൾ ചോദിച്ചുകൊണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ എന്താ ഒരു കൺസ്ട്രക്റ്റീവ് ഡെലിവറിയാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എപ്പോഴാണ്? ഓൺ ഓർ ബിഫോർ ദി ടൈം വെൻ ഡെലിവറി ഈസ് റിസീവ്ഡ് ബൈ ദി റെസിപ്പിയന്റ്. ഇൻ കേസ് ഓഫ് സർവീസസ് ഇൻവോയ്സ് ഹാസ് ടു ബി ഇഷ്യൂഡ് വിതിൻ 30 days. അപ്പോൾ സർവീസസിൻ്റെ കാര്യത്തിൽ ജനറൽ നിയമം പറയുന്നത് വിതിൻ 30 days ഓഫ് ദി സപ്ലൈ ഓഫ് സർവീസസ്. സപ്ലൈ ഓഫ് സർവീസസ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ, എന്നാണോ സപ്ലൈ ഓഫ് സർവീസ് നടക്കുന്നതിൻ്റെ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതിന് ബാങ്ക്സിനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനും വിതിൻ 45 days ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇൻവോയ്സ് ഹാസ് ടു ബി ഇഷ്യൂഡ് വിതിൻ 45 days ഓഫ് ദി സപ്ലൈ ഓഫ് സർവീസസ്. ബാങ്ക്സിനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനും 45 ദിവസത്തിനുള്ളിൽ മതി. മറ്റ് കമ്പനികളോ മറ്റ് സപ്ലയേഴ്സോ ആണെങ്കിൽ സപ്ലൈ നടന്ന് 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇത് റൂൾ 48 പ്രകാരമാണ്. Then provisions regarding invoice of goods transported in knockdown form. knockdown ഫോമിൽ ഇഷ്യൂ ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ knockdown ഫോം, പല ലോട്ടുകളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. The supplier shall issue a complete invoice before the dispatch of the first consignment. എന്താ ആ ടോട്ടൽ കൺസൈൻമെന്റിന്റെ ഒരു ഇൻവോയ്സ് സപ്ലയർ ഇഷ്യൂ ചെയ്യണം ആദ്യത്തെ കൺസൈൻമെന്റിന് മുമ്പായിട്ട്. The supplier shall issue a complete invoice before the dispatch of the first consignment. ആദ്യത്തെ കൺസൈൻമെന്റിന്റെ ഡെസ്പാച്ചിന് മുമ്പായിട്ട് ഒരു ഫുൾ ഇൻവോയ്സ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആൻഡ് ഡെലിവറി ചെല്ലാൻ ഫോർ ഈച്ച് ഓഫ് ദി സബ്സിക്വന്റ് കൺസൈൻമെന്റ്സ്. ഇനിയുള്ള ഓരോ കൺസൈൻമെന്റ്സിൻ്റെയും കൂടെ ഡെലിവറി ചെല്ലാനാണ് അയക്കേണ്ടത്. ഫസ്റ്റ് കൺസൈൻമെന്റോട് കൂടി തന്നെ ഒരു ഫുൾ ഇൻവോയ്സ് അത് റേസ് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. Then each consignment shall be accompanied by copies of the corresponding delivery ചെല്ലാൻ. ഇനി ഓരോ കൺസൈൻമെന്റും പല പല കൺസൈൻമെന്റുകളായിട്ടാണ് സാധനങ്ങൾ അയക്കുന്നത്. ഓരോ കൺസൈൻമെന്റും കറസ്പോണ്ടിങ് ഡെലിവറി ചെല്ലാനും കൂടി അക്കമ്പനി ചെയ്ത് വേണം അയക്കാനായിട്ട്. along with a duly certified copy of the invoice. അപ്പം സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി ഇൻവോയ്സ്, ഡെലിവറി ചെല്ലാനും ഡ്യൂലി സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി ഇൻവോയ്സും ഓരോ കൺസൈൻമെന്റിനോടും കൂടി അയച്ചിരിക്കണം. ആൻഡ് ദി ഒറിജിനൽ കോപ്പി ഓഫ് ദി ഇൻവോയ്സ്, ഇനി ഇൻവോയ്സിന്റെ ഒറിജിനൽ കോപ്പി എപ്പോഴാണ് അയച്ചു കൊടുക്കേണ്ടത്? ഷാൽ ബി സെൻഡ് അലോങ് വിത്ത് ദി ലാസ്റ്റ് കൺസൈൻമെന്റ്. അവസാനത്തെ കൺസൈൻമെന്റോട് കൂടി ഇൻവോയ്സിന്റെ ഒറിജിനൽ കോപ്പിയും കൂടി അയച്ചു കൊടുത്തിരിക്കണം. ഇത് when goods are transported in knockdown form. ഇതാണ് അതിൻ്റെ പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത്. പല പല റൂട്ടുകളായിട്ട് പല പല കൺസൈൻമെന്റുകളായിട്ട് സാധനങ്ങൾ അയക്കുന്ന കേസിൽ ഏതൊക്കെ രീതിയിലായിരിക്കണം, എപ്പോഴൊക്കെയാണ് ഇൻവോയ്സ് അയക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ആ GST പ്രകാരമുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൻ്റെ അകത്ത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിൽ ഓഫ് സപ്ലൈ. ആദ്യത്തേതാണ് ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് ഓർ GST ഇൻവോയ്സ്. അപ്പം GST ഇൻവോയ്സിൻ്റെ പ്രൊവിഷൻസ് പ്രധാനമായിട്ടും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. രണ്ടാമത് വരുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ബിൽ ഓഫ് സപ്ലൈ. ബിൽ ഓഫ് സപ്ലൈ ഏത് കേസിലാണ്? A bill of supply shall be issued in the following cases. ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. മെയിൻലി when a registered person supplying non taxable goods or services,
ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ നോൺ ടാക്സബിൾ ആയിരിക്കുന്ന ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഇൻവോയ്സ് ബിൽ ഓഫ് സപ്ലൈ ഷാൽ ബി ഇഷ്യൂ ഓർ എ രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ ദി കോമ്പോസിഷൻ സ്കീം. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, പക്ഷേ ടാക്സ് കൊടുക്കുന്നത് കോമ്പോസിറ്റ് ലെവി സ്കീമിൻ്റെ കീഴിലാണ് എങ്കിൽ അവിടെയും എന്താണ്, ഇൻവോയ്സ് അല്ല ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. കോമ്പോസിറ്റ് സ്കീം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് they need not issue an invoice. Instead of an invoice they have to issue a bill of supply. കോമ്പോസിറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് ഇൻവോയ്സ് അല്ല ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ബിൽ ഓഫ് സപ്ലൈ ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. Then a bill of supply is issued when GST is not applicable on a transaction. Bill of supply എപ്പോഴാണ്? GST ഒരു ട്രാൻസാക്ഷൻ്റെ മേൽ ആപ്ലിക്കബിൾ അല്ലാത്ത സാഹചര്യങ്ങളിലാണ്. Bill of supply is issued when GST is not applicable on a transaction or when GST is not to be required from the customer. രണ്ടാമത്തെ കേസ് എന്താ? When GST is not to be recovered from the customer. കസ്റ്റമറിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിക്കവർ ചെയ്യണ്ട. അല്ലെങ്കിൽ ആദ്യത്തെ കേസ് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഒരു പർട്ടിക്കുലർ സപ്ലൈയുടെ മേൽ ആപ്ലിക്കബിൾ അല്ല. ഇങ്ങനെ വരുന്ന കേസിൽ ഇൻവോയ്സ് അല്ല ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഇഷ്യൂ ഓഫ് ബിൽ ഓഫ് സപ്ലൈ. ബിൽ ഓഫ് സപ്ലൈ എന്താണ്? ഒരു കോമ്പോസിഷൻ ഡീലേഴ്സിന് അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സ് ആൻഡ് എക്സംപ്റ്റഡ് ഗുഡ്സ് ആൻഡ് സപ്ലൈസ്, പ്രധാനമായിട്ടും കോമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ടാക്സ് അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡീലേഴ്സ്, ഇനി എക്സ്പോർട്ടേഴ്സ്, ഇനി അതല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ സപ്ലൈയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഇവരാണ് പ്രധാനമായിട്ടും ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്നത്. ദി ഫോളോയിങ് രജിസ്ട്രൻസ് ഷുഡ് ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ. ഫോളോയിങ് രജിസ്റ്റേർഡ് പേഴ്സൺസ് ദേ ഹാവ് ടു ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ. അതിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന എ കോമ്പോസിഷൻ ഡീലർ. A dealer opting for composition scheme has to deposit tax on their receipts themselves. A dealer opting for composition scheme has to deposit tax on their receipts themselves. അവരെന്താ? അവരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അടയ്ക്കണം. അവർക്ക് റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സിൽ നിന്ന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. They are not allowed to collect any tax from their buyers. ഇപ്പോൾ കോമ്പോസിറ്റ് സ്കീം ഒരാൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബയേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. GST has to be paid out of the pocket by the composition dealer. They cannot charge GST in the invoice. കോമ്പോസിഷൻ ഡീലേഴ്സിന് എന്താ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനോ ടാക്സ് കളക്ട് ചെയ്യാനോ ഉള്ള അധികാരമില്ല. അവര് കോമ്പോസിഷൻ സ്കീം പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താണ്. സോ ദേ ഹാവ് ടു ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ ഇൻസ്റ്റെഡ് ഓഫ് ഇൻവോയ്സ്. Thus a composition dealer has to raise a bill of supply instead of tax invoice. Then the composition dealer has to mention the words. ആ ബിൽ ഓഫ് സപ്ലൈ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സസ് ഓൺ സപ്ലൈസ്. ആ ബിൽ ഓഫ് സപ്ലൈയിൽ പറഞ്ഞിരിക്കണം കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണ് നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ്. സപ്ലൈസിൻ്റെ മേൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല, ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണ് എന്ന് ആ ബിൽ ഓഫ് സപ്ലൈയിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ രണ്ടാമത് ആർക്കാണ് ബിൽ ഓഫ് സപ്ലൈ കൊടുക്കാവുന്നത്? എക്സ്പോർട്ടേഴ്സ്. എക്സ്പോർട്ടേഴ്സ് GST ഇൻവോയ്സ് അല്ല ബിൽ ഓഫ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. An exporter is also not required to charge GST on their invoice. എക്സ്പോർട്ടേഴ്സും GST ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. This is because exports supplies are zero rated. എക്സ്പോർട്സ് സപ്ലൈസ് എല്ലാം എന്താ? സീറോ റേറ്റഡ് ആണ്. So they need not issue GST invoice. Hence a taxpayer exporting goods can issue a bill of supply in place of tax invoice. The dealer has to mention the following in their bill of supply. Supply meant for export on payment of IGST. Again, supply meant for export under bond or letter of undertaking
വിതൗട്ട് പേയ്മെൻറ്റ് ഓഫ് IGST ആസ് ദി കേസ് മേ ബി. ഒരു എക്സ്പോർട്ടർ അയാളുടെ ബിൽ ഓഫ് സപ്ലൈയിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ എക്സംപ്റ്റഡ് ഗുഡ് സപ്ലയർ. എക്സംപ്റ്റഡ് ഗുഡ് സപ്ലയർ ഉണ്ട്. ചില സപ്ലൈസ് എന്താ, ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം പേയിങ് ടാക്സ്. വെൻ എ രജിസ്റ്റേർഡ് ഡീലർ സപ്ലൈസ് എക്സംപ്റ്റ് ഗുഡ്സ്. അപ്പം ചില സാധനങ്ങളുടെ മേലെ എന്താ, ടാക്സ് ഇല്ല, എക്സംപ്റ്റ് ആണ്. വെൻ രജിസ്റ്റേർഡ് ഡീലർ സപ്ലൈസ് എക്സംപ്റ്റ് ഗുഡ്സ് ഓർ സർവീസസ് they are required to issue bill of supply. എക്സംപ്റ്റ് ഗുഡ്സിൻ്റെ സപ്ലൈയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡീലേഴ്സ് അവർ ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യേണ്ടത്, ബിൽ ഓഫ് സപ്ലൈ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഇൻവോയ്സ്, ഡീലർ എൻഗേജ് ഇൻ എക്സംപ്റ്റഡ് ഗുഡ്സ്, he has to issue a bill of supply instead of an invoice. Then again നമ്മളൊരു ഇതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, when a registered taxpayer provides unprocessed agricultural products. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയർ ആണ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഹി പ്രൊവൈഡ്സ് അൺപ്രോസസ്ഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഈ പ്രോസസ് ചെയ്യാത്ത അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്താണ്, എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ഇവിടെ എന്താ, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ or registered taxpayer provides unprocessed agricultural products. They have to issue a bill of supply instead of tax invoice. രജിസ്റ്റേർഡ് സപ്ലയർ ആണ്, പക്ഷേ അയാൾ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ സപ്ലൈ ചെയ്യുന്നത് അൺപ്രോസസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആണ് എങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഹി ഹാസ് ടു ഇഷ്യൂ എ ബിൽ ഓഫ് സപ്ലൈ. കാരണം എന്താ, എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. അൺപ്രോസസ്ഡ് അഗ്രികൾച്ചറൽ ഗുഡ്സിൻ്റെ മേൽ ടാക്സ് ലെവി ചെയ്യാൻ പറ്റില്ല, എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ദെൻ a fruit vendor would be issuing a regular tax invoice on sale but raise a bill of supply for his customers. ഒരു ഫ്രൂട്ട് വെണ്ടറാണ് ഇഷ്യൂയിങ് എ റെഗുലർ ടാക്സ് ഇൻവോയ്സ്. അപ്പം പഴക്കടക്കാർ അല്ലെങ്കിൽ പഴക്കച്ചവടക്കാർ ആര് ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യുന്നത്, ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും. ദെൻ ദി കേസസ് വെയർ രജിസ്റ്റേർഡ് സപ്ലയർ നീഡ്സ് ടു ഇഷ്യൂ ദ ബിൽ ഓഫ് സപ്ലൈ. ഏതൊക്കെ കേസിലാണ് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യേണ്ടത്? 1. സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് നിൽ റേറ്റഡ് നോൺ ടാക്സബിൾ നോൺ GST ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ സപ്ലയർ രജിസ്റ്റേർഡ് ആണ്, പക്ഷേ ആ രജിസ്റ്റേർഡ് സപ്ലയർ ഏർപ്പെട്ടിരിക്കുന്നത് സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് നിൽ റേറ്റഡ് നോൺ ടാക്സബിൾ നോൺ GST ഗുഡ്സ് ഓർ സർവീസസ് ആണ് എങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഇൻവോയ്സ് ഹി ഹാസ് ടു ഇഷ്യൂ എ ബിൽ ഓഫ് സപ്ലൈ. Then again, paying tax under the composition scheme. If a registered supplier is paying tax under composition scheme instead of an invoice, he has to issue a bill of supply.